Hello everyone. So we are moving to our capital market, and this is the first module, that is financial system, assets, properties and classification. നമ്മൾ മെയിനായിട്ട് ചാപ്റ്ററിനകത്ത് പോകുന്നതിന് മുൻപ് ജസ്റ്റ് ഗിവ് യു ദ സിലബസ് ഞാൻ തന്നിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റുകളെ കുറിച്ചിട്ടാണ്. ഫിനാൻഷ്യൽ അസറ്റ് വരുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലാണ്. ഫിനാൻഷ്യൽ അസറ്റ് വരുന്നത് നമ്മൾ എന്തായാലും ഇതിനെക്കുറിച്ച് എന്താണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് എ നോൺ ഫിസിക്കൽ അസറ്റ് ഹൂസ് വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം എ കോൺട്രാക്ച്വൽ ക്ലെയിം സച്ച് ആസ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ബോണ്ട്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലായിട്ട് നമ്മുടെ ബാങ്കിനകത്ത് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, ഇപ്പോൾ ബോണ്ട് വരാം, ഷെയർ വരാം, സെക്യൂരിറ്റീസ് വരാം, ഇതിനെക്കുറിച്ചിട്ടെല്ലാം പഠിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഗോ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ദ എക്കോണമി. ഫിനാൻഷ്യൽ അസറ്റ്സ് വരണമെങ്കിൽ വാട്ട് വി നീഡ് ടു ഹാവ് എ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ദ ഇക്കോണമി. അപ്പം നമുക്കിനി ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. A financial system is a system of institutions such as banks, insurance companies, stock exchange that permit the exchange of funds. Financial systems exist on a firm, regional and global level. Borrowers, lenders and investors exchange current funds to finance project either for consumption and productive investment and to pursue or return of their financial asset. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണത്. നമ്മൾ കാണുന്ന ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കാണുന്നില്ലേ, സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം കാണുന്നുണ്ടല്ലോ. ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഒരുപാടുണ്ട്. പലരും നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ളവരായിരിക്കാം. ദാറ്റ് പെർമിറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്സ്. അതെന്താ ചെയ്യുന്നത്? അത് എക്സ്ചേഞ്ച് ഓഫ് ഫണ്ടിന്റെ എക്സ്ചേഞ്ചിങ് ആണ് നടക്കുന്നത് അല്ലേ. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനികളിലോട്ട് വാട്ട് വി ഡു, വി ആർ ജസ്റ്റ് ഇൻഷുറിങ് അവർ ലൈഫ്, ഇതർ അവർ ഹൗസ് ഓർ ലൈഫ് ഓർ ഹെൽത്ത്. അതൊക്കെ ഇൻഷുർ ചെയ്യാണ് നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ഇൻഷുറൻസ് ചെയ്യുക. അപ്പോൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ ബാങ്കിലൂടെയാണെന്നെങ്കിൽ ഇറ്റ്സ് വെരി ക്ലിയർ, വി നോ ദാറ്റ്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് നടക്കുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിലും ഫണ്ടിന്റെ ട്രാൻസ്ഫർ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റീജിയണൽ ആയിട്ടുണ്ടാവും, ഗ്ലോബൽ ലെവലായിട്ടുണ്ടാവും, ഫേം ലെവലായിട്ടെല്ലാം ഈ തരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്ക് സിസ്റ്റംസ് നമുക്കുണ്ട്. അവിടെ ആരൊക്കെയാണുള്ളത്? ബോറോവേഴ്സ്, ലെൻഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ദർ ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം. Financial system also includes set of rules and practices that borrowers and lenders use to decide which project get financed, who finance projects and terms of financial deals. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ബോറോവേഴ്സ് ഉണ്ടാവും, ലെൻഡേഴ്സ് ഉണ്ടാവും, പാർട്ടീസ് ഉണ്ടാവും. ഏത് പ്രൊജക്റ്റിലാണ് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാഷ് വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് ക്യാഷ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമറി ഗോൾ ഓഫ് എൻ economic policy is to augment capital formation in the country and thereby generate job opportunities, income, effective demand and ultimately the welfare of the people. അപ്പോൾ നമുക്കറിയാം, ബിക്കോസ് എനിക്കിപ്പോൾ ടെക്സ്റ്റ് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ലിമിറ്റഡ്, ലിമിറ്റേഷൻസ് നമുക്ക് ഒരുപാട് ഉള്ളത് കൊണ്ട് ഞാൻ ടെക്സ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ വായിച്ചിട്ട് പറയണം. നമ്മുടെ ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞു ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ദ കൺട്രിയാണ്. അതിലൂടെ നമുക്ക് എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഇൻകം ഉണ്ടാവും, ഇഫക്റ്റീവ് ഡിമാൻഡ് ഉണ്ടാവും, വെൽഫെയർ കൂടും, അതിലൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കിവിടെ ദ വേർഡ് സിസ്റ്റം, അതായത് നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് പറഞ്ഞു. എന്താണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റിലേറ്റഡ് കമ്പോണൻസ് വർക്കിംഗ് ടുഗെദർ ടു അച്ചീവ് സം പർപ്പസ്. ഒരു പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ പറയാം, ഹ്യൂമൻ ബോഡി, കമ്പ്യൂട്ടർ, TV, car, bank and education institutions are the examples of this system. Financial system is a set of interrelated institutions, instruments and markets which raise savings, fund and channels them to their efficient use. നമ്മളിവിടെ സിസ്റ്റം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കിവിടെ രണ്ട് പാർട്ടികൾ ഉണ്ടാവും, ബോറോവേഴ്സും കടമെടുക്കുന്നവരും ലെൻഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നവരും. അവരിലൂടെ മണിയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നു, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ പറയുന്നത്. ഹെൻസ് ഫിനാൻഷ്യൽ സിസ്റ്റം ആക്ട് ആസ് എൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ സേവേഴ്സ് ആൻഡ് യൂസേഴ്സ്. സേവ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവരും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, financial system ഇവിടെ work ചെയ്യുന്നത്. Financial system helps to produce goods and services
which in turn generate employment, income, purchasing power among the people, and thereby improving standard of living. It's very clear, na? So that's why financial system or financial sector functions are an intermediary and facilitators that flow the funds from areas to surplus areas of deficit. നമുക്ക് സർപ്ലസ് ഏരിയകളിൽ നിന്നുള്ള ഫണ്ട് ഡെഫിസിറ്റ് ഏരിയകളിലോട്ട് കൊണ്ടുവരാനായിട്ടും ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ പറ്റും. അസെറ്റ്, അപ്പോൾ നമുക്ക് ഇതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ആരുണ്ടാവും? ബോറോവേഴ്സ് ഉണ്ടാവും, ലെൻഡേഴ്സ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് മണിയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇതിലൂടെയാണ് എന്നാണ് പറയുന്നത്. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. A financial system is a set of global, regional or firm-specific institution and practices used to facilitate the exchange of fund. ഞാൻ ഓൾറെഡി പറഞ്ഞു അത്. Then financial system can be organized using market principle, central planning or a hybrid of both. നമ്മളിവിടെ മാർക്കറ്റിനകത്ത് നടക്കുന്നതിനെയാണ് മാർക്കറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. അത് സെൻട്രൽ ലെവലിലോട്ട്, സെൻട്രൽ ബാങ്കിങ് സെക്ടറിലോട്ട് പോകുമ്പോൾ, അതായത് നാഷണൽ ലെവലിലോട്ട് പോകുമ്പോൾ സെൻട്രൽ പ്ലാനിങ് ആവും, ഒരു ഹൈബ്രിഡ് ഓഫ് ബോത്ത്, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഒരു മിക്സിങ് നമുക്ക് ഇവിടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് കാണാനായിട്ട് പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ എ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻക്ലൂഡ് എവറിത്തിങ് ഫ്രം ബാങ്ക്സ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഗവൺമെന്റ് ട്രഷറീസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. Then financial market involves borrowers, lenders and investors negotiating loans and other transactions. In this market, the economic goods traded on both sides is usually some form of money, current money, cash item, claims on future money, credit item. Credit എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, or claims on the future income potential or value of the surplus, equity എന്ന് പറയും. ഇക്വിറ്റി ഞാൻ പിന്നീട് അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന്, ഇത് ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്, നിങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ കമ്പോണൻസ് എന്ന് നോക്കാം. മൾട്ടിപ്പിൾ കമ്പോണൻസ് മേക്ക് അപ്പ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം, ഡിഫറെന്റ് ലെവൽ. The firm's financial system is a set of implemented procedures that track the financial activities of the company. Within a firm, a financial system encompasses all aspects of finances, including accounting measures, revenue and expense schedule, wages and balance sheet of the verification. ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത്. അക്കൗണ്ട് മെഷേഴ്സ് ഉണ്ടാവും, റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഷെഡ്യൂൾ ഉണ്ടാവും, വേജസ് പ്രൊവൈഡ് ചെയ്യും ആൻഡ് ബാലൻസ് ഷീറ്റ് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ കമ്പോണന്റ്. ജസ്റ്റ് ഒരു ഔട്ട്ലൈന് വേണ്ടി മാത്രം പറയുന്നു എന്നുള്ളൂ. On a regional scale, the financial system is a system that enable lenders and borrowers to exchange funds. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് പറയുന്നത്. ഒന്നുമില്ല, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദർ വിൽ ബി ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്. അവരിലൂടെ നടക്കുന്നത് എന്താണ്? മണിയുടെ ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. നമ്മുടെ ഇക്കോണമിയിൽ കാണുന്ന ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള സ്ഥാപനങ്ങളിലൂടെയെല്ലാം നമ്മൾക്കൊരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫോർമേറ്റ് ചെയ്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്, ഇതിനെക്കുറിച്ചിട്ടെല്ലാം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വളരെ ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. You have to read the textbook. All of you try to buy the textbook and read. നിങ്ങളൊന്ന് വായിക്കുക. And because I'm not able to explain all the things in a PowerPoint, so you just read it. നമുക്ക് എന്നിട്ട് if you want more discussion about financial asset, financial system, we can make a Google Meet and we can discuss about it. Okay, thank you.